റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ഷെയർ ചെയ്തത്. വീഡിയോസ് വൈറലാവും, നമ്മുടെ ചാനൽ വൈറലാവും, നമുക്ക് വ്യൂസും ലൈക്സ്. അഥവാ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ YT സ്റ്റുഡിയോ എന്ന് വേണം കൊടുക്കാൻ. അർത്ഥം പറ്റി നമ്മുടെ ആര്യവല്ലിയുടെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ലൈഫ് ട്രാവൽ ഓഫ് DND. അപ്പം ഞാൻ ഇന്ന് വന്നത് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതാണ് ഗൈസ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല, എനിക്ക് ഇത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടുന്നത്. എനിക്ക് 3 വീക്സിൽ നിന്നാണ് കിട്ടിയത്. ഞാൻ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇത് ഇപ്പോൾ എന്നെ പോലെ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്ക് ഈ ഒരു വീഡിയോ നല്ല പോലെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഈ കഴിഞ്ഞ നവംബറിലാണ് ഞാൻ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് റീൽസ് ഞാൻ ആക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതിനൊരു കാരണമുണ്ട്. അമരൻ സിനിമയിലെ ഇന്ദു റബേക്ക വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റീല് ഞാൻ ചെയ്തു. ആ റീല് ചെയ്ത ശേഷം എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു വ്യൂസാണ് എനിക്ക് കിട്ടിയത്. 1 lakh എബവ് ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ ലൈക്സ് എന്ന് പറയുന്നത് 4.5K ലൈക്കും ആണ് എനിക്ക് കിട്ടിയത്. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു വ്യൂസും ലൈക്കും കിട്ടിയത് കോൺഫിഡൻസോടെ ഞാൻ എൻ്റെ അച്ഛനടുത്ത് പറഞ്ഞ, അച്ഛാ എനിക്ക് വീണ്ടും വീഡിയോസും റീൽസും ഇനി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കൊല്ലത്ത് പോയി കൊല്ലായിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ആയിരവല്ലി പാറയുടെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തു. അത് ചെയ്ത ശേഷം ഞങ്ങൾ അതിൽ കിട്ടിയ വ്യൂസ് എന്ന് പറയുന്നത് 1.5K വ്യൂസാണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ എനിക്ക് എങ്ങനെയാണ് 3 വീക്സിൽ നിന്ന് 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെന്നല്ലേ, അതിലുള്ള കുറച്ച് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ക്യാമറ ക്വാളിറ്റി ഉള്ള ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ക്യാമറ മേടിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് എടുത്ത വീഡിയോകളെല്ലാം നോർമൽ ഫോണിലായിരുന്നു ഞാൻ എടുത്തത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ വ്യൂസും ലൈക്സും ഒന്നും കിട്ടില്ല, അതിൽ ക്ലിയർ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇന്ദു റബേക്ക വർഗീസ് എടുക്കുന്നതിന് മുമ്പേ ഞാനൊരു നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ മേടിച്ചു. അതിലായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പം അതിൻ്റെതായ വ്യൂസും ലൈക്സും എനിക്ക് കിട്ടി. അപ്പം നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമറ ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു ക്യാമറയാണ്. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ റീൽസ് കൂടാതെ വീഡിയോസും ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വേണ്ടത് ഒരു മൈക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വോയിസ് ക്ലിയർ ആയിരിക്കാനായിട്ട് ഒരു മൈക്ക് അത്യാവശ്യമാണ്. ഞാൻ മേടിച്ചത് ഈ ഒരു മൈക്കാണ്. നിങ്ങൾ മൈക്ക് മേടിക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഷോപ്പിൽ നിന്നോ ആമസോണിൽ നിന്നോ എവിടെ നിന്ന് മേടിച്ചാലും നിങ്ങൾ ക്വാളിറ്റി നോക്കി മേടിക്കുക. അപ്പോൾ തേർഡ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വീഡിയോസും ഷോർട്സും കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. വീഡിയോസ് നമുക്ക് വീക്കിലി എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ട് നമ്മൾ വീക്കിലി 2 വീഡിയോസ് എങ്കിലും മിനിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ റീൽസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എൻ്റെ ചാനലിൽ ഒരു ദിവസം 2-3 റീൽസൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. റീൽസിലൂടെയാണ് എനിക്ക് ന്യൂ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത്. നിങ്ങളും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുകയാണെങ്കിൽ അത് YT സ്റ്റുഡിയോ എന്ന് വേണം കൊടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേറെ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മ്യൂസിക് കൊടുത്താൽ അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. അപ്പം നിങ്ങളത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി. നമ്മൾ ആര്യവല്ലിയുടെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പാട്ട് നമ്മളുടെ ഈ വീഡിയോയിലോട്ട് കയറി വന്നു. നമുക്കത് അറിയാൻ പറ്റാതെ നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും ആ സമയത്ത് തന്നെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു. അപ്പം അങ്ങനെ നമുക്ക് വീണ്ടും അവിടെ പോയി വീഡിയോ എടുക്കേണ്ടി വന്ന അവസ്ഥ വന്നു. അതുകൊണ്ട് നിങ്ങൾ പുറമേ നിന്നുള്ള പാട്ടുകൾ വീഡിയോയിലേക്ക് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ YT സ്റ്റുഡിയോ എന്ന് വേണം കൊടുക്കാൻ. ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്ന എല്ലാവരുടെയും മനസ്സിൽ കാണും, നമ്മൾ ഫസ്റ്റ് ഇട്ട വീഡിയോ തന്നെ വൈറലാവും, നമ്മുടെ വീഡിയോസ് വൈറലാവും, നമ്മുടെ ചാനൽ വൈറലാവും, നമുക്ക് വ്യൂസും ലൈക്സും ഒക്കെ കൂടും. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ക്ലിയർ ഉള്ള ക്ലാരിറ്റി ഉള്ള കണ്ടിന്യൂസ് ആയിട്ട് നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസും റീൽസും ഇട്ടാൽ നമ്മൾ ഒരു ദിവസം നമ്മൾ എന്തായാലും സക്സസ് ആവും. ഇതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്.
അപ്പോൾ ഗൈസ് എൻ്റെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ഷെയർ ചെയ്തത്. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. 3 വീക്സിനുള്ളിൽ 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അപ്പം എല്ലാവർക്കും നന്ദി എന്നെ സപ്പോർട്ട് ചെയ്തതിന്. അടുത്ത ഇനിയും വീഡിയോസോ റീൽസോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇനിയും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അടുത്തൊരു പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഗൈസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വരുമെന്ന് വരില്ല. പക്ഷെ നമ്മൾ ഒരു ദിവസം ഒരു വീക്കില് അപ്പോൾ ഗൈസ് തേർഡ് ടിപ്പ് എന്ന് പറയുന്നത്, പക്ഷേ റീൽസ് ആയിരുന്നു. നിങ്ങൾ പോയി എഡിറ്റ് ചെയ്ത് പോയ ശേഷം അതിനകത്ത് എഡിറ്റ് ചെയ്ത ശേഷം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ